The first question is about, consider the following statement about Urban Infrastructure Development Fund. We call it as UIDF. അപ്പോൾ അതിൽ നിന്ന് തന്നെ രണ്ട് കാര്യമുണ്ട്. So it is something about urban infrastructure. Okay, and also it is a fund. ആ ഒരു ഐഡിയ നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഇത്രയും വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വായിക്കാൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് ഫണ്ടഡ് ത്രൂ ദ ഷോർട്ട് ഫോൾ ഇൻ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഡു യു നോ അബൌട്ട് വാട്ട് ഈസ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്? എന്താ അറിയില്ലേ? നമുക്ക് പഠിച്ചിട്ടില്ലേ? 40% ഓഫ് ബാങ്ക്സ് ഡിപ്പോസിറ്റ് ഷുഡ് ബി കെപ്റ്റ് ഫോർ എ പ്രയോറിറ്റി സെക്ടർ ലൈക്ക് അഗ്രികൾച്ചർ, MSME, അങ്ങനെ കുറേ സെക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ബാങ്ക്, അത് ഇറ്റ്സ് ആൻ ഇയർലി ടാർഗറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിന് അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതുക അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ കീപ് ദ റിമൈനിങ് മണി ഇൻ എനി അതർ ഫണ്ട്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഫണ്ടിൽ അവരെന്ത് ചെയ്യും? അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫണ്ടാണ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അത് നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2023-24 ബഡ്ജറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ ക്ലിയർ ഫാക്റ്റാണ്. ഈ ഫാക്റ്റ് നമുക്ക് ശരിയാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഐ മീൻ, അറിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുക. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ദ മിനിമം പ്രൊജക്ട് സൈസ്, അപ്പം ഇപ്പോൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, അപ്പോൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിൽ വരില്ല എന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ മിനിമം പ്രൊജക്ട് സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ₹5 crore ആയിരിക്കണം ഫോർ ഓൾ സ്റ്റേറ്റ്സ്. നമ്മളെപ്പോഴും പറയാറില്ലേ ഇങ്ങനെ പറയുന്ന സമയത്ത്, സോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് അത് എത്ര മതി? 1 crore മതി. ലൈക്ക് ഹില്ലി സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഐഡിയ ഇതാണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനും എന്തില്ല, ഇത് അവൈലബിൾ അല്ല. നൗ ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് അവൈലബിൾ ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. നോ, ഇറ്റ് ഈസ് ഓൺലി ഫോർ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. പ്രൈവറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് അത് അവൈലബിൾ അല്ല. വൈ? ബിക്കോസ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പം ക്യാൻ ബി യൂസ്ഡ് ബൈ എനിവൺ. പ്രൈവറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനുള്ള പ്രശ്നം എന്താ? ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് എക്സ്ക്ലൂഡബിലിറ്റി. അപ്പോൾ അത് നമുക്കിവിടെ പാടില്ല. കാരണം ഇത് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ഇറ്റ് ഈസ് ഫോർ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് ഈസ് ടു ബെനിഫിറ്റ് ഓൾ ദ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി. ഓക്കെ, അപ്പം സോ യുവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്യുവർ ഫാക്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പോൾ ഒരു UPSC ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ ദ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഇൻ അവർ കൺട്രി. റോങ്. മനസ്സിലായോ? അതായിരിക്കും നമുക്ക് എടുക്കേണ്ട ഒരു കീ സാധനം. ആൻഡ് ദെൻ എ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ക്യാൻ കം, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ റീസെൻറ്റ് ബഡ്ജറ്റ് 2024-25. നോ, 2023-24. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ സാധനം തന്നെ നമുക്ക് മെയിൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ ആൻസേഴ്സ് എഴുതുമ്പോൾ. സോ ദർ ഈസ് ആൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബഡ്ജറ്റ് 2023-24. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഓ it is about a country, Democratic Republic of Congo. ചുമ്മാതൊരു രാജ്യം എടുത്ത് ക്വസ്റ്റ്യൻ ആവില്ല. ആ രാജ്യത്തിൽ എന്തെങ്കിലും കാര്യം ഇൻ ദ റീസെൻറ്റ് ടൈമിൽ ന്യൂസിലുള്ളതുകൊണ്ടാവാം അത് വന്നിട്ടുണ്ടാവുന്നത്. ഇതിൻ്റെ കാരണം ഈ കോങ്കോയിൽ ദർ ഇസ് എ മിനറൽ റിച്ച് സിറ്റി കോൾഡ് ഗോമോ. പേരൊക്കെ എങ്ങനെയാണ്? ഗോമോ. ഓക്കെ, അവിടെ ആ സിറ്റി M23 റിബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ കോങ്കോ ഈസ് ഇൻ ന്യൂസ്. ഓക്കെ, സോ ഇത് പഠിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അറ്റ് ദ എൻഡ് ദർ ആർ സം ഡോക്യുമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻസ് പ്ലേസസ് ഇൻ ന്യൂസ്. ജസ്റ്റ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. അതൊന്നും ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പ്ലേസസ് ഇൻ ന്യൂസ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വർഷം ഒരു 3-4 എണ്ണമൊക്കെ ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ എന്താ? 134 ആണ്. അങ്കോള, തൻസാനിയ ആൻഡ് സാംബിയ. ഇവിടുന്ന് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, നത്തിങ് മോർ. അഗെയിൻ അനദർ ക്വസ്റ്റ്യൻ അബൌട്ട് കോസ്റ്റൽ ഹാർഡനിങ്. കേട്ടിട്ടുണ്ടോ കോസ്റ്റൽ ഹാർഡനിങ്? ഇല്ലല്ലോ, ഒന്നുമില്ല. It refers to construction of sea walls, breakwaters that affect
നാച്ചുറൽ വേവ് ആക്ഷൻ. അതിനെയാണ് കോസ്റ്റൽ ഹാർഡനിങ് എന്ന് പറയുക. നമ്മൾ സീ വോൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യത്തില്ലേ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സീ വോൾസ്, ബ്രേക്ക് വാട്ടേഴ്സ്. അപ്പോൾ അത് എന്ത് സംഭവിക്കും, നാച്ചുറൽ വേവ് ആക്ഷനെ അത് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഇതാണ് കോസ്റ്റൽ ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റൽ ഹാർഡനിങ് ക്യാൻ ആക്സിലറേറ്റ് ബീച്ച് ഇറോഷൻ ആൻഡ് ഡിസ്റപ്റ്റ് നാച്ചുറൽ സെഡിമെൻറ്റ് ട്രാൻസ്പോർട്ട് അലോങ് ദ ഷോർ ലൈൻ. കറക്റ്റ്. This is very important. Can you tell me what is the reason for this? Bay of Bengal has the highest percentage of hardened coastline in the world. Because why? ബേ ഓഫ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉള്ളത്, ഒരുപാട് പോർട്ട്സ് ഉള്ളത്. അതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ദ കോസ്റ്റൽ ഹാർഡനിങ് ഈസ് ദെയർ. സോ ബേ ഓഫ് ബംഗാൾ ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഹാർഡൻഡ് കോസ്റ്റ് ലൈൻ ഇൻ ദ വേൾഡ്. Next one is living shorelines are primarily designed to prevent coastal flooding rather than support marine biodiversity. No, തിരിച്ചാണ്. ലിവിങ് കോസ്റ്റ് ലൈൻ എന്തിനാണ്, ടു സപ്പോർട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേർഡ് അസോസിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ലിവിങ് ഷോർ ലൈൻ എന്തിനായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി ഫോർ കോസ്റ്റൽ ഫ്ലഡിങ് ബട്ട് ഇറ്റ് ഈസ് ടു സപ്പോർട്ട് മറൈൻ ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലിവിങ് ഷോർ ലൈൻസ് എന്ന് പറയുന്നത്? ദേ ആർ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് that use plants, sand, natural barriers like mangroves, seagrass. അതായത് ലിവിങ് ഷോർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദേ ആർ നോട്ട് ആർട്ടിഫിഷ്യൽ, ദേ ആർ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്. അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ദേ യൂസ് പ്ലാന്റ്സ്, സാൻഡ്, നാച്ചുറൽ ബാരിയേഴ്സ് ലൈക്ക് മാംഗ്രോവ്സ്. ആൻഡ് ദേ ആർ ഡിസൈൻ നോട്ട് ജസ്റ്റ് ഫോർ, ഇത് പറയുന്നുണ്ടോ, പ്രൈമർലി ഫോർ കോസ്റ്റൽ ഫ്ലഡ്. നോ, അതിന് വേണ്ടിയിട്ടല്ല. It is not just for controlling the coastal flood. Then എന്തിനു വേണ്ടിയിട്ടാണ്? To support the marine biodiversity in that region. And that is why this statement is wrong and the statement number 1 and 2 are correct. Okay. 1, 2. What's your answer? സ്കിപ്പ് ചെയ്തവരുണ്ടോ? ഏതെന്നോ ഇതോ? ഇതൊക്കെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്തോളുക. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പോൾ കുറേയൊക്കെ റെഡി ആയില്ലേ? യാ, ദിസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് പവർ സെക്ടർ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈവറ്റ് സെക്ടർ ഹോൾഡ്സ് എ ലാർജസ്റ്റ് ഷെയർ ഇൻ ഇന്ത്യാസ്. നമ്മൾ ആദ്യം വിചാരിക്കും ഇറ്റ് ഈസ് റോങ്, ബട്ട് ഇറ്റ് ഈസ് റൈറ്റ്. പ്രൈവറ്റ് സെക്ടറാണ് അറൗണ്ട് 53%. ഓക്കെ, total installed electricity generation capacity. And Rajasthan has the highest total. No, ഏതാ? മഹാരാഷ്ട്ര. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് പറയാനുള്ളത് ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ എത്രയാണെന്നറിയാമോ? ആസ് പെർ നവംബർ 2024 ഇറ്റ് ഈസ് അറൗണ്ട് 456 GW. ഓക്കെ, ആൻഡ് വൈ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാവുന്നത്? ബിക്കോസ് ഇന്ത്യ ഹാസ് റീച്ച്ഡ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ഇറ്റ്സ് റിന്യൂവബിൾ എനർജി ജേർണി വിത്ത് ദ കൺട്രീസ് ടോട്ടൽ റിന്യൂവബിൾ എനർജി ക്രോസിംഗ് 200 GW. മനസ്സിലായോ? അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ റിന്യൂവബിൾ എനർജി ഇല്ലേ, സോളാർ, വിൻഡ് പോലെയുള്ളതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇറ്റ് ക്രോസ്ഡ് 200 GW. ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഫോർ അവർ കൺട്രി ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി ഓഫ് അവർ കൺട്രി ഈസ് അറൗണ്ട് 456 GW. ഔട്ട് ഓഫ് ദാറ്റ് അറൗണ്ട് 53% ഈസ് ജനറേറ്റഡ് ബൈ പ്രൈവറ്റ് പാർട്ട്നേഴ്സ്. ആൻഡ് മഹാരാഷ്ട്ര ഹാസ് ദ ഹയസ്റ്റ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ബട്ട് ഇഫ് ഐ എം ആസ്കിങ് യു വിച്ച് സ്റ്റേറ്റ് ലീഡ്സ് top in renewable energy, that is Rajasthan. മനസ്സിലായോ? രാജസ്ഥാൻ ലീഡ്സ് ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ ഇറ്റ് ഈസ് മഹാരാഷ്ട്ര. ഇഫ് സ്പെസിഫിക്കലി ഐ എം ആസ്കിങ് റിന്യൂവബിൾ എനർജിയിൽ ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പ്, ഇറ്റ് ഈസ് രാജസ്ഥാൻ. ഓക്കെ, Gallant IAS, chasing your passion to ace.